കൂടുതൽ വിശേഷം നീ പറയണ്ട. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. ധിക്കാരി, ഞാൻ മനസമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? നീ ഒരുത്തിയണ്ടി കാരണം. ഞാൻ എന്ത് ചെയ്തു അമ്മച്ചി പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? ആട്ടിന്റെ കാര്യം മുട്ടി ഞാൻ ഓടിക്കും. അഹങ്കാരി പെൺകുട്ടിയോടായാലേ നിലയ്ക്ക് നിക്കണം. നിലക്കില്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കയറിയിരിക്കുന്നത്? മിണ്ടി പോരുത് നീ. ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചി എന്നെ തിരക്കിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ചീത്ത വിളിക്കല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. ആരാ കുഞ്ഞമ്മേ? അല്ല, ഞങ്ങളെ വീട്ടിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കായിരുന്നു മോളെ. ചവിട്ടുള്ള ഒരു പശുവിനോട് എന്റെ രണ്ടാമത്തെ മോൻ പറയാ നിന്നെ കൊല്ലുക വേണ്ടേന്ന്. അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കായിരുന്നു. മോൾക്ക് ഓർമ്മയില്ലേ ക്ലാരെ? കുഞ്ഞമ്മയുടെ മോളാണോ? ആ, 7 കൊല്ലം മുമ്പ് അവളിവിടെ ക്രിസ്മസിന് വന്നിരുന്നു. ആ, ഓർമ്മയുണ്ട്. ആളങ്ങ് വലുതായല്ലോ. നീയോ ഒത്തിരി പൊക്കം വെച്ചു. നീയോ? ഇതാരാന്നുണ്ട് നിന്റെ വിചാരം? ചെമ്മീൻ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമ്പോ നിന്റെ മുതലാളിയെ കുട്ടി, മനസ്സിലായ? കാര്യാക്കണ്ട കുഞ്ഞെ, ഇവള് വിവരദോഷിയാ. എന്നാലും നല്ല ബുദ്ധിയാ. എന്റെ മോളായതുകൊണ്ട് ഞാൻ പറയല്ല. എന്ത് ജോലിക്ക് നല്ല ശുഷ്കാന്തിയാ. പിന്നെ ഭയങ്കര അനുസരണശീലിയാ. അഹങ്കാരില്ല, ധിക്കാരില്ല. ഇംഗ്ലീഷ് നല്ല പോലെ എഴുതുകയും വായിക്കുകയും ചെയ്യും. മോള് നല്ലൊരു ജോലി ചേച്ചിക്ക് ശരിയാക്കി കൊടുക്കും. ഞാൻ നോക്കട്ടെ. അയ്യോ, നോക്കിയേ പോരാ, ശരിയാക്കണം. കുറഞ്ഞതൊരു 2000 രൂപ ശമ്പളം കൊടുക്കണം. അയ്യോ അമ്മച്ചി, അതിന് മാത്രമുള്ള. നീയും മിണ്ടാതിരിക്കരി. മീര കുഞ്ഞ് തരാൻ തയ്യാറാണല്ലോ, പിന്നെ നീ എന്തിനു വേണ്ടാതേക്കുന്നത്? അല്ല കുഞ്ഞെ, അതെ. കമ്പനിയിലെ ജോലി കഴിഞ്ഞു വന്ന അടുക്കളയിൽ എനിക്കൊരു സഹായാവും. മഞ്ഞു കുഞ്ഞെ ശ്രദ്ധിക്കാൻ ഒരാളാവും. അതിന് പ്രത്യേക ശമ്പളമൊന്നും വേണമെന്നില്ല. എല്ലാം കുഞ്ഞിന്റെ ഇഷ്ടത്തിന് വിടുന്നു. ആ, എനിക്ക് കോളേജിലേക്ക് വൈകി. എന്റെ ഡ്രസ്സ് ഇവിടെ തേച്ചു വെച്ചത്? തേച്ചില്ല, ഇപ്പൊ കൊണ്ടുവരാം. മോള് കുളിക്കുമ്പോഴേക്ക് റെഡിയാക്കാം. നിന്നെ കുറിച്ചേ ഇതിൽ കൂടുതൽ നുണ പറയാനും എനിക്ക് വയ്യ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, കുട്ടികളോടൊക്കെ നല്ല സ്നേഹത്തോടും ബഹുമാനത്തോടും നിന്നില്ലേ കണ്ടല്ലോ. കേറി പോടിയകത്ത്.